ഒരു രാജാവിനെ ജനങ്ങൾ ഓർക്കുന്നത് അവൻ എത്ര യുദ്ധങ്ങൾ ജയിച്ചു എന്നതിനല്ല, അവരുടെ വിശപ്പ് മാറ്റിയോ എന്നതിനാണ്. എന്നാൽ വെസ്ട്രോസിൽ വിശപ്പും അധികാരവും ഒരുപോലെ ആയുധങ്ങളാണ്. ഓൾഡ് ടൗണിൽ നിന്ന് വടക്കോട്ട് നീങ്ങുന്ന ഹൈറ്റവർ സൈന്യം യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളോടും കൂടിയാണ് അവർ മുന്നേറുന്നത്. പക്ഷേ അവരുടെ യാത്ര അവസാനിക്കുന്നത് ഒരു യുദ്ധക്കളത്തിലല്ല. 3 ഭീമൻ ഡ്രാഗനുകളുടെ നിഴലിൽ നിൽക്കുന്ന ഡയമണ്ട് ടാർഗേരിയന്റെ മുന്നിലാണ്. ആ കാഴ്ച മാത്രം മതി ഒരു യുദ്ധം തുടങ്ങാനും അല്ലെങ്കിൽ ഒരു രാജ്യം കീഴടങ്ങാനും. ഡ്രാഗനുകളുടെ ശക്തിക്ക് മുന്നിൽ വാളുകൾക്കൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കിയ ലോർഡ് ഓർമുണ്ട് ഹൈറ്റവർ റെയ്നിറയുടെ അധികാരം അംഗീകരിച്ച് കീഴടങ്ങുകയാണ്. എന്നാൽ അതോടെ ഡയമണ്ട് നിൽക്കുന്നില്ല. അലിസെന്റിന്റെ ഇളയ മകനെന്ന് കരുതപ്പെടുന്ന ഡൈറോണിനെ അദ്ദേഹം തടവുകാരനാക്കി കിങ്സ് ലാൻഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. റെയ്നിറ ഡൈറോണിൽ നിന്ന് സത്യം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു. മറുപടിയൊന്നുമില്ല, നിശബ്ദത മാത്രം. ചിലപ്പോൾ ഒരു വാക്കിനേക്കാൾ അപകടകാരിയാണ് ഒരു നിശബ്ദത. അതിനിടയിലാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം റെയ്നിറയുടെ മുന്നിലെത്തുന്നത്. കിങ്സ് ലാൻഡിങ്ങിലെ രാജകീയ നിധി മുഴുവൻ സ്വർണവും ട്രഷറിയും ടൈലൻ ലാനിസ്റ്റർ നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ശത്രുക്കളുടെ കയ്യിൽ ഒന്നും എത്താതിരിക്കാനുള്ള അതിഗംഭീര നീക്കം. എന്നാൽ ആ സ്വർണം എവിടേക്കാണ് മാറ്റിയത്? ആർക്കും അറിയില്ല. കോർലിസിന് പോലും അതിൻ്റെ സ്ഥലം അറിയില്ല. അപ്പോൾ റെയ്നിറ മനസ്സിലാക്കുന്നു, ഒരു രാജ്യം ഭരിക്കണമെങ്കിൽ ഇരുമ്പ് സിംഹാസനം മാത്രം പോരാ. ജനങ്ങൾക്ക് ഭക്ഷണവും സുരക്ഷയും നൽകാൻ സമ്പത്തും വേണം. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ സ്റ്റോണിൽ നിന്ന് കുറച്ച് സ്വർണം എത്തിച്ച് കിങ്സ് ലാൻഡിങ്ങിലെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള തീരുമാനം അവൾ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ റെയ്നിറ നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു. ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നു. ആ നിമിഷം റെയ്നിറ ഒരു രാജ്ഞിയെ പോലെയല്ല, ജനങ്ങളുടെ ഭരണാധികാരിയെ പോലെയാണ് തീരുമാനമെടുക്കുന്നത്. എല്ലാ ലോർഡ്സിനെയും വിളിച്ചു വരുത്തി ഭക്ഷണവും ധാന്യവും ഒളിപ്പിച്ചുവെച്ചവരെ കർശനമായി ശിക്ഷിക്കാൻ അവൾ ഉത്തരവിടുന്നു. അവരുടെ വീടുകളിലും ഗോഡൌണുകളിലും സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ പിടിച്ചെടുത്ത് കിങ്സ് ലാൻഡിങ്ങിലെ ജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാൻ കൽപ്പിക്കുന്നു. ജനങ്ങൾ പട്ടിണിയിലാകുമ്പോൾ സമ്പന്നരുടെ കലവറകൾ നിറഞ്ഞിരിക്കരുത്. ജനങ്ങളുടെ മനസ്സിൽ റെയ്നിറയോടുള്ള വിശ്വാസം പതിയെ വളരാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ രാജസഭയിൽ മറ്റൊരു ചർച്ചയും ശക്തമാകുന്നു. മിസാരിയ, ഡെയ്മൻ, അവരുടെ അഭിപ്രായം ഒന്നു മാത്രമാണ്: ഡൈറോണിനെ ജീവനോടെ വിടരുത്. കാരണം ജീവനോടെയുള്ള ഓരോ ടാർഗേരിയനും നാളെയൊരു യുദ്ധത്തിന് കാരണമായേക്കാം. പക്ഷെ അവൾ ആ തീരുമാനത്തോട് യോജിക്കുന്നില്ല. അവൾ കൊല്ലാനല്ല, നോർത്തിലെ വാളിലേക്ക് അയക്കാനാണ് തീരുമാനിക്കുന്നത്. എന്നാൽ യാത്രയാക്കുന്നതിന് മുമ്പ് അലിസെന്റിനെ വിളിച്ചു വരുത്തി അവസാനമായി മകനെ കാണാൻ അവസരം നൽകുന്നു. അവിടെയാണ് ഈ എപ്പിസോഡിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അലിസെന്റ് ആ ചെറുപ്പക്കാരനെ കണ്ട നിമിഷം തന്നെ മനസ്സിലാക്കുന്നു, ഇവൻ എൻ്റെ മകനല്ല. എല്ലാവരും ഞെട്ടുന്നു. അത് ലോർഡ് ഓർമുണ്ട് ഹൈറ്റവർ നടത്തിയ അതിസൂക്ഷ്മമായ ഒരു ചതിയാണ്. പുറത്ത് ജീവനും കൊണ്ടോടിയെത്തിയ ഒരു ഡ്രാഗൺ കീപ്പർ റെയ്നിറയുടെ അടുത്തേക്ക് എത്തുന്നു. അയാൾ പറയുന്ന വാർത്ത, ഹൈറ്റവർ സൈന്യം മറ്റൊരു വലിയ നീക്കം നടത്തിയിരിക്കുന്നു. ടംപിൾട്ടൺ ഗ്രാമം മുഴുവൻ നിയന്ത്രണത്തിലാക്കി. അവരെല്ലാവരെയും ബന്ദികളാക്കി കൊണ്ടുപോയിരിക്കുന്നു. ആ വാർത്ത കേട്ട നിമിഷം റെയ്നിറയുടെ മുഖം മാറുന്നു. കണ്ണുകളിൽ കോപം നിറയുന്നു. കാരണം അവൾ മനസ്സിലാക്കുന്നു, ശത്രു ഇനി രാജ്യത്തിൻ്റെ ആത്മാവിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഏറ്റവും അപകടകരമായ യുദ്ധം.